ഇപ്പം മഞ്ഞും കൊഴിഞ്ഞു മാർഗഴിയും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ രേണുസുതിയുടെ ഒരു അനക്കം പോലും ഇല്ല. രേണു എവിടാണോ എന്തരാണോ ഏത് മാളത്തിൽ പോയി ഒളിച്ചോന്ന് ഒരു അനക്കവും ഇല്ല. കഴിഞ്ഞ ദിവസം സബ്സ്ക്രിപ്ഷൻ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരി എവിടെ പ്ലെയിനിൽ പോകുന്നല്ലോ കാറിൽ പോകുന്നല്ലോ എന്തൊക്കെ സാധനം ഇടുന്നുണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ വീഡിയോയ്ക്കകത്ത് വീണ്ടും ഇച്ചിരി ഇറക്കമൊക്കെ അയഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഈ രേണുവിൻ്റെ വിഷയത്തെക്കുറിച്ച് മറ്റു കുറച്ച് ആളുകൾ സംസാരിക്കുന്നതും പ്രിയങ്കരനായ കൃഷ്ണകുമാറിൻ്റെ മകളുടെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ രേണുവിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ രേണുവിനിപ്പോൾ റീച്ച് കുത്തനെ ഇടിയുന്നൊരു സാഹചര്യമാണ്. രേണു ഇടയ്ക്ക് ഒരു സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. രേണുവിൻ്റെ കറണ്ട് റീച്ച് ഡാഷ്ബോർഡിൻ്റെ ഫോട്ടോയൊക്കെ ഇപ്പോൾ ഒന്ന് ഇടാമോ രേണുവിന് ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല. കാരണം രേണുവിന് റീച്ച് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രേണുവിന് മാത്രമല്ല, രേണുവിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നവർക്കും റീച്ചില്ല, രേണു ഇടുന്ന കണ്ടന്റിന് റീച്ചില്ല. രേണുവിൻ്റെ ഒരു ആൽബം ഇറങ്ങി 6 പരാജയം വ്യൂസ്. അപ്പോൾ രേണുവിൻ്റെ മാർക്കറ്റ് ഏറെക്കുറെ ഇടിഞ്ഞിരിക്കുകയാണ്. രേണു ഇനിയും ഒരു ഫിനിക്സ് പറവയെ പോലെ പറന്നുയരണമെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം. കയ്യിലിരിക്കുകയല്ലേ വീട്, എടുത്ത് തകർക്ക് രേണു അങ്ങോട്ട്. ഇപ്പോൾ റിതപ്പനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസൊക്കെ പുള്ളിക്കാരി ഇടുന്നുണ്ട്. സബ്സ്ക്രിപ്ഷനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് പുള്ളിക്കാരിയുടെ ചാനലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. ഇനി നമുക്ക് ഈ രേണു റീച്ച് ഉണ്ടാക്കാനായിട്ട്, രേണുവിൻ്റെ റീച്ചിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്താ, സുധിച്ചേട്ടനെ വിറ്റിട്ടാണ് രേണു ഈ പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ വീണ്ടും സുധിച്ചേട്ടനെ ബ്രാൻഡ് ചെയ്യാനായിട്ട് രേണു പല പരിപാടിയും നോക്കുന്നുണ്ട്. സുധിച്ചേട്ടൻ്റെ ഫോട്ടോ എടുത്ത് 2 വീഡിയോ ഇടുന്ന 2 കമൻറ്റ് ഇട്ടപ്പോഴത്തേനും സുധിച്ചേട്ടൻ്റെ ഫോട്ടോ എടുത്ത് വീഡിയോ ഇടുന്നു. സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നു. ഇപ്പോൾ മറ്റൊരു വീഡിയോ കൂടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണു പോസ്റ്റ് ചെയ്തു. ഈ പോസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ കൊല്ലം സുധിയുടെയും രേഷ്മ പി തങ്കച്ചൻ്റെയും വിവാഹ വാർഷികമായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ്റെ ഫോട്ടോ എടുത്ത് പുള്ളിക്കാരനൊന്ന് ഇൻസൾട്ട് ചെയ്തേക്കാം എന്ന ചിന്തയോടെ രേണു ഇട്ട സാധനം നമുക്കൊന്ന് കാണാം. സുചേട്ടാ വിളിക്കുന്നു, സുചേട്ടാ വിളിയേക്ക്, സുചേട്ടാ വിളിയേക്ക്. സുചേട്ടനോട് നമ്മൾ പൊതുവേ മരണപ്പെട്ടു പോയ ഒരാളോട് സംസാരിക്കണം, അയാളുടെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് വെച്ച് സംസാരിക്കും. ഫോട്ടോയിലോട്ട് നോക്കി സുചേട്ടാ എന്തുകൊണ്ട് സംസാരിക്കും. ഇതങ്ങനെയല്ല, ഇങ്ങനെ ഓൺ ചെയ്തിട്ട് ക്യാമറ ഇട്ടിട്ട് ചേട്ടോ സുചേട്ടോ നോക്കൂ സുചേട്ടാ, നമ്മൾ ക്യാമറ കിട്ടുന്നുണ്ടോ നോക്കൂ സുചേട്ടാ, നാട്ടുകാർക്ക് കമൻറ്റ് ഇടാനുള്ള എല്ലാ സുചേട്ടന് വേണ്ടിയിട്ടുള്ളത് സുചേട്ടാ കാണുന്നുണ്ടോ സുചേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി റിയാക്ട് ചെയ്യുന്നത്. കുഴപ്പമില്ല, നല്ല നാട്ടുകാരെ അറിയിക്കാമല്ലോ, ഒരു പ്രശ്നമില്ല. നാളത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് അറിയുമോ? നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അഡ്വാൻസ്ഡ് ഹാപ്പി. പാവം പുള്ളിക്കാരൻ ഈ ഞാൻ കഴിഞ്ഞ ദിവസം സംഭവം എന്ന് പറഞ്ഞൊരു പടം കണ്ടായിരുന്നു. ഈ പടത്തിനകത്ത് ടൈം ട്രാവലല്ല സിമിലർ ടൈം ലൈനിൽ നടക്കുന്ന പല സംഭവങ്ങൾ, ഒരു പുക പോലത്തെ ഒരു പടം. അപ്പോൾ അതേപോലെ നമുക്കിങ്ങനെ നേരത്തെ ഒരു കാലഘട്ടത്തിലോട്ട് പോയി നമ്മുടെ എന്തെങ്കിലും ഒരു ഭാവി ഭൂതം വർത്തമാനം തിരുത്താൻ പറ്റുമെങ്കിൽ സുധിച്ചേട്ടൻ ആദ്യം തിരുത്തുന്ന സാധനങ്ങളിൽ ഒന്നാണ് ഈ കല്യാണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പുള്ളിക്ക് ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പുള്ളിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് പുള്ളി ഉപയോഗിക്കുന്നേ. സുചേട്ടാ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പറ സുചേട്ടാ. ഈ വെഡിങ് ആനിവേഴ്സറി സുചേട്ടന് ഉമ്മയൊക്കെ കൊടുക്കും കേട്ടോ. ആൽബത്തിൽ അഭിനയിക്കുന്നവരെ മാത്രമല്ല കെട്ടിപ്പിടുത്തും, സുചേട്ടനും കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇത് മാത്രമല്ല, ഈ രേണുവിൻ്റെ റീച്ചിനെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും, ഒരുപാട് ആൾക്കാർ ഈ രേണുവിൻ്റെ റീച്ചിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പുള്ളിക്കാരിക്കെതിരെ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെയാണ് നമ്മൾ ഈ ഒരു ഇതുണ്ടാക്കുന്നത്. പക്ഷേ കൂടെ നിന്ന് മുതുകിട്ട് കൊച്ച എന്ന് കുത്തുന്ന പോലെ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനിയാണ് നമ്മുടെ അഭിലാഷ് ആട്ടായം. ഈ പുള്ളിക്കാരനെ ഞാൻ 2-3 തവണ ആട്ടി വിട്ടയാണ്. പുള്ളിക്കാരനിപ്പോൾ വരുന്നിടത്തും തിരിയുന്നിടത്തും പോകുന്നിടത്തും നിൽക്കുന്നിടത്തും തലകുത്തി നിൽക്കുന്നിടത്തും എല്ലാം രേണുവിനെ ഭയങ്കരമായിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യായീകരിക്കുവാണോ, ഇൻസൾട്ട് ചെയ്യുവാണോ, സപ്പോർട്ട് ചെയ്യുവാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവരൊന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ഇവർക്ക് തമ്മിൽ അറിയാം. അഭിലാഷ് ആട്ടായി എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ ഉടനെ രേണു ആട്ടായി സപ്പോർട്ട് ചെയ്യുന്നതാണ്, രാണു ആട്ടായി എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ അഭിലാഷ് ആട്ടായി അതിന് മറുപടി പറയുന്നതാണ്. ഇങ്ങനെ ഇവർ തമ്മിൽ ചങ്കുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. നമുക്ക് അഭിലാഷ് ആട്ടായി പറയുന്നത് 1-2 സാധനങ്ങളൊന്ന് കാണാം. വ്യക്തിപരമായ ഇഷ്ടമാണ്. എൻ്റെ ഒരു പെങ്ങളെ പോലെ കണ്ടാണ് രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്നത്. പെങ്ങളെ പോലെ കണ്ടിട്ടാണ് രേണുസുധീനെ സപ്പോർട്ട് ചെയ്യുന്നത്. സ്വന്തം പെങ്ങളെ പോലെയാണ് പുള്ളിക്കാരൻ രേണുസുധീനെ കാണുന്നത്. ഓക്കെ, നല്ല പെങ്ങളെ പോലെ തന്നെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യും. ചിലർ പറഞ്ഞ് പൈസ വാങ്ങിയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഈ പൈസ എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. അത് ഇന്ന് വരുന്നു നാളെ പോകുന്നു. നമുക്കാരും അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. പൈസ എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. ഇന്ന് വന്നാലല്ലേ നാളെ പോകാൻ പറ്റൂ. നമ്മുടെ കയ്യിലോട്ട് ഇന്ന് വരുന്നില്ല. അത് വരാൻ വേണ്ടിയിട്ടാണല്ലോ ഓരോരുത്തർ ഇതൊക്കെ കാണിക്കുന്നത്. താങ്കൾ ഈ കിടന്ന് പ്രഹസനമൊക്കെ കാണിക്കുന്നത് താങ്കൾക്ക് കലയോടുള്ള സ്നേഹം മൂത്തിട്ട് മാത്രമല്ലല്ലോ, അതിനകത്ത് പൈസ എന്നുള്ള സാധനം കൂടെ ഉണ്ടല്ലോ. ഒരു സിനിമയിൽ താങ്കൾക്ക് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി. അതിനകത്ത് പറയുന്നു സിനിമയിൽ അഭിനയിക്കാം, പക്ഷേ പൈസ നമ്മൾ തരില്ല, നമ്മളുടെ കയ്യിൽ പൈസ ഇല്ല സാർ. ഇത് ഓസിന് വന്ന് അഭിനയിച്ചിട്ട് പോവുക, നിങ്ങളുടെ മുഖം കാണിക്കാൻ ഒരു ചാൻസ് ഒരു തവണ ചെയ്യും.
2 തവണ ചെയ്യും, ഒരു 15 തവണ ചെയ്യുമോ? പൈസ അതിൽ ഇമ്പോർട്ടൻ്റ്. ആ പൈസ മേടിച്ചിട്ട് രേണുവിനെ വെളുപ്പിക്കുന്നതിനടുത്ത് തെറ്റൊന്നും പറയാനില്ല, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ സാധനമാണ്. പക്ഷേ അങ്ങനെ വെളുപ്പിക്കാൻ ഇറങ്ങുമ്പോഴത്തേനും ആ ചെയ്യുന്ന സാധനം കറക്റ്റാണോ എന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തമമായിരിക്കും. പൈസ തന്നിട്ടുമല്ല, രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമാണ്. അവരെ പലരും പലതും പറയണ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ സങ്കടമുണ്ട്, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സങ്കടം കണ്ടായിരുന്നു കേട്ടോ, അന്ന് കണ്ണിങ്ങ നക്കി തേച്ചിട്ട് എന്തിനാ പാവത്തിന് അത് കണ്ടായിരുന്നു. വിഷമം ഞങ്ങൾ കണ്ടായിരുന്നു. കണ്ണീര് വരാഞ്ഞിട്ട് നക്കി തേക്കുമായിരുന്നു അണ്ണൻ കണ്ണീരിനെ. അത് അത്രയ്ക്ക് വിഷമമാണ്. സ്വന്തം കണ്ണുകൾ നിറയുന്ന പോലും ഇല്ല. അതിന് രേണുവിനെ ആലോചിച്ച്, രേണുവിൻ്റെ അവസ്ഥ ആലോചിച്ച് പൊട്ടി കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരില്ലായതാണോ, കണ്ണുനീർ ഗ്ലന്തി വരെ ഗന്ധി ആ സാമാനം വരെ അടിച്ചു പോയതാണോ എന്നറിയത്തില്ല. ഗ്ലാൻസ്, അതിനെന്തൊരു പറയുന്നത് മലയാളം എനിക്കറിയത്തില്ല, അറിയാവുന്നൊരു കമൻറ്റി. സ്നേഹമുള്ളതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സുധിച്ചേട്ടൻ, കൊല്ല സുധിച്ചേട്ടൻ, അദ്ദേഹത്തിനുള്ള സ്നേഹമുണ്ട്. മിമിക്രി കലാകാരനായിരുന്നു, അല്ലാണ്ട് വേറൊന്നുമല്ല. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ നമ്മുടെ അടുത്തൊരു ഡയലോഗ് അടിച്ചുകൊണ്ട് വരുന്നു. കഴിഞ്ഞ ദിവസം കരഞ്ഞപ്പോൾ വരെ കളിയാക്കി, കരഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നില്ല എന്ന്. അതിന് പിന്നെ കളിയാക്കാതെ നമ്മൾ പൂവിട്ട് പൂജിക്കണമെന്നാ, മറ്റേ സാധനം എടുത്തിട്ട് അത് ചെയ്യണോ? ആ പുള്ളിക്കാരിനെ ആലോചിച്ച് നിങ്ങൾക്ക് കരച്ചിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ കരയണ്ട. പക്ഷേ അതിന് പകരം രേണുസുതി എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കളിയാക്കാതെ പിന്നെ അയ്യോ അഭിലാഷ് ആട്ടായോട് ഒരു അഭിനയം മികവ്, ഒരു പാണ്ഡിത്യം കണ്ടില്ലയോ? കരയാഞ്ഞിട്ട് കണ്ണുനീർ ആർട്ടിഫിഷ്യലായിട്ട് വരുത്തി ഗ്ലിസറിൻ പോലും ഇല്ലാതെ സ്വന്തം ശരീരത്തു നിന്നുള്ള ജലത്തിൻ്റെ അംശം കണ്ണിലേക്ക് ട്രാൻസ്ഫർ അങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത്. അടുത്ത പ്രാവശ്യം ആട്ടോട്ടെ, ഞാൻ അങ്ങനെ ആരും അറിഞ്ഞില്ല, ഞാൻ പറയാത്. എന്താണെന്നറിയോ, ഈ മഴയത്ത്, മഴ ഇപ്പോഴല്ലേ പെയ്ത്, ഈ വെയിലത്ത് ആദ്യം വേറെന്തോ പറയാൻ വന്നതാ. ഈ മഴയത്ത് ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ കണ്ണുനീർ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അയ്യോ, മഴയത്ത് കണ്ണുനീർ വരണ്ടല്ലോ. ഈ വെയിലത്ത് ഞാൻ കരയാൻ പോയപ്പോഴത്തേനും ആ സൂര്യനിൽ നിന്നുള്ള അതികഠിനമായ ചൂടേറ്റപ്പോൾ കണ്ണുനീർ എന്ന് പറഞ്ഞ് ആവിയായി പോയത്. നമ്മൾ ഈ ദോശക്കല്ലിലോട്ടൊക്കെ വെള്ളം ഒഴിക്കുന്ന പോലെ അങ്ങ് പോയത്. അങ്ങനെ വരാഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ ചെയ്ത് കണ്ണുനീർ വെറുത്തിയതെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ശരിക്കും വിഷമമുണ്ട്, ഉള്ളിൽ നിന്ന് വന്ന വിഷമമാണ്. പക്ഷെ ഉള്ളിൽ നിന്ന് കണ്ണിൽ കൂടെ വരേണ്ടതിന് വരും നാക്കേ കൂടെ വന്നതെന്നേ ഉള്ളൂ. എല്ലാം പറ്റി കിടക്കുമെന്ന് നമുക്കറിയാം. ഒരു തുള്ളി കണ്ണീര് പോലും എൻ്റെ കണ്ണിൽ നിന്ന് വരില്ല. കാരണം എന്ന് വെച്ചാൽ വേറെ ഈ ശരീരത്തിലുള്ള എല്ലാ ജലാംശങ്ങളും അങ്ങനെയാണോ? ഒന്നുമില്ല, വറ്റിക്കിടക്കുവാണ്. ഈ പാടവും പറമ്പും എല്ലാം വറ്റിക്കിടക്കണ പോലെ കണ്ണും വറ്റിക്കിടക്കുവാണ്. ഞാനത് തുപ്പലം തേച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി, കരയാൻ നോക്കി, എന്നിട്ടും കണ്ണീര് വരുന്നില്ല. എന്ത് പ്രശ്നമാണ് സജീത്. നമുക്ക് ഈ പുള്ളിക്കാരൻ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ രേണുവായിട്ട് കൊളാബ് അടിച്ച രേണു അപ്പോഴേ അക്സെപ്റ്റ് ചെയ്യും. എന്ത് സാധനം എന്നറിയുമോ? രേണുസുതി ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുടി വെട്ടും. രേണുസുതി ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നത് വരെ ഞാൻ ഷർട്ട് ഇടത്തില്ല. രേണുസുതി ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നവരെ ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ളനെ എൻ്റെ തോളത്തുനിന്ന് ഇറക്കത്തില്ല. മറ്റേ അങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ഇങ്ങനെ കുറേ സാധനങ്ങളാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്. രേണു ഇതിനെല്ലാം പോയി കമൻറ്റ് ഇടുന്നുണ്ട്. അഭിലാഷാട്ടായ ഇങ്ങനെ നോക്കിയപ്പോൾ എന്ത് രേണുവിനെ അങ്ങനെ പറഞ്ഞാൽ രേണു കമൻറ്റ് ഇടും. രേണു കമൻറ്റ് ഇട്ടാൽ ചീത്തവിളി വരും. ചീത്തവിളി വന്നാൽ റീച്ച് ആവും. എന്നാൽ പിന്നെ ഞാനും ചെയ്തേക്കാം എന്നും പറഞ്ഞിട്ട് അണ്ണൻ ഒരു പരിപാടി അങ്ങോട്ട് നടത്തി. സ്വന്തം അനിയത്തിയെപ്പോലെ കാണുന്നതാണോ അതോ കളിയാക്കിയാണോ എന്നറിയത്തില്ല. പുള്ളിക്കാരിനെ അഭിലാഷാട്ടായം സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. ഇത് കേൾക്കുവാണെങ്കിൽ രേണുസുതി കമന്റ് ഇട്ട അഭിലാഷാട്ടായും ഈ താടിയും മുടിയും വിട്ടു. രേണുസുതി കമന്റ് ഇട്ടാൽ അങ്ങനല്ല, രേണുസുതി കമന്റ് ഇട്ടാൽ ഈ അഭിലാഷാട്ടായം താടിയും മുടിയും വെട്ടും. അന്നെന്താ അടിക്കാൻ പോകുന്ന ഒരു AK-47 എടുത്ത് തരട്ടോ? രേണുസുതി കമന്റ് ഇട്ടാൽ എന്താണിത്? നിങ്ങളുടെ അഭിനയം കാണിച്ചാണോ? കൊള്ളാം. അപ്പോൾ രേണുസുതി കമൻറ്റ് ഇട്ടാൽ മാത്രമേ പുള്ളിക്കാരൻ താടിയും മുടിയൊക്കെ വെട്ടി മനുഷ്യക്കോലത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മനുഷ്യക്കോലം വേണമെന്ന് നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുവരെ പുള്ളിക്കാരൻ താടിയും മുടിയും വെട്ടില്ല. ഇനിയിപ്പോൾ ഒരു 15 വർഷത്തേക്ക് രേണു കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഈ താടി ഇങ്ങനെ വളർന്ന് പുള്ളിക്കാരനൊരു മുൻഷിയല്ലോ മഹർഷിയായിട്ട് മാറും എന്നാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വെട്ടില്ല. രേണുസുതി ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇട്ട അഭിലാഷാട്ടയും ഈ താടിയും മുടിയും വെട്ടും. മറ്റേ രേണുവിനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ പറയുന്നത് കേട്ടോ. രേണുസുതി ഈ വീഡിയോക്കിടയിൽ വന്ന് കമൻറ്റ് ഇട്ടാൽ അഭിലാഷാട്ടായി താടിയും മുടിയും വെട്ടും. ഇതിപ്പോൾ നമ്മൾ ഓർഡർ ഇടുവാണോ? ഓർഡറാണെങ്കിൽ കുഴപ്പമില്ല. കമന്റ് ഇടുന്നവരെ ഈ താടി മുടി ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് രേണുസുതി വന്നൊരു കമന്റ് തന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ അഭിലാഷാട്ടയും ഈ താടിയും മുടിയും ജീവിതത്തിൽ വെട്ടില്ല. എൻ്റെ അണ്ണാ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വെട്ട്. നിങ്ങൾ മനുഷ്യക്കോലത്തിൽ വാ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ വെട്ടണ്ട, മനുഷ്യക്കോലത്തിൽ വരണ്ട. നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? രേണുസുതി കമൻറ്റ് ഇട്ടാലേ ചെയ്യുമെന്ന് പറയുന്ന വേറെന്തെങ്കിലും പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടോ?
എനിക്കറിയാൻ പാടില്ല. ഏതായാലും രേണു അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ആട്ടായം വെട്ടുവോ അതോ ആട്ടായം വെട്ടുമോ എന്ന് പറഞ്ഞ ആളെ ആട്ടി വിടുമോ എന്നറിയത്തില്ല. ഇനി നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഭയങ്കര ചർച്ചയായി പൊക്കോണ്ടിരുന്ന സമയം രേണു ഇത് തുടങ്ങിയ സമയമാണ്. അതിനുശേഷം ഇത് മെല്ലെ കെട്ടടങ്ങി വന്നപ്പോൾ നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും ഇളയ മോള് ഇതേപോലത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങി. സബ്സ്ക്രിപ്ഷൻ പരിപാടി അവർക്ക് നേരത്തെ ഉണ്ട്, പക്ഷേ അതിനകത്തൊന്നും ഒരു വീഡിയോ പുറത്തു വന്നു. പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ ആക്കുന്നു ഒരു വീഡിയോ, എന്നിട്ട് വയറിലൊക്കെ തൊട്ട് കാണിക്കുന്നു, ഇതാണ് വയർ എന്ന് പറഞ്ഞ് തൊട്ട് കാണിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്തു. അതിനോടനുബന്ധിച്ച് പുള്ളിക്കാരിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുത്തനെ ഉയരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ബേസിക്കലി ഈ കൃഷ്ണകുമാർ കുടുംബത്തിലുള്ള സ്ത്രീ അംഗങ്ങൾ, അവിടെ മൊത്തം സ്ത്രീകളാണല്ലോ, പുള്ളി മാത്രമേ ഉള്ളൂ ഹിറ്റ്ലർ മാധവൻകുട്ടി, ബാക്കി എല്ലാവരും അവിടുത്തെ സ്ത്രീ ജനങ്ങളാണ്. അപ്പോൾ ഇവരെല്ലാവരും ഈ പറയുന്ന ബിക്കിനി ഇടുന്നവരും ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരും ഒക്കെ തന്നെയാണ്. അങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നത് തെറ്റില്ല, അങ്ങനത്തെ വസ്ത്രം അവർക്ക് കംഫർട്ടബിൾ ആണ്, അവർക്ക് ധരിക്കാം. പക്ഷേ സബ്സ്ക്രിപ്ഷനിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര മോശമായിട്ട് മാറും എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങളുടെ സൗന്ദര്യം കാണാനല്ല വരുന്നത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയാനായിട്ട് തന്നെയാണ് ആൾക്കാർ അതിനകത്തോട്ട് കുത്തിയിടിച്ച് വരുന്നത്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പുരോഗമനവാദികൾ വന്ന് പറയുന്നു, അവൾ ആ ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് എന്താ കുഴപ്പം, അത് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ, അവരിട്ടോട്ടെ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഇപ്പോൾ ഈ കൃഷ്ണകുമാറിൻ്റെ മകൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നു, അതിൽ നിന്നും പുള്ളിക്കാരി ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്നു. നാളെ ഒരു സമയത്ത് കാണാൻ സൗന്ദര്യമുള്ള നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്നുള്ളൊരു പെൺകുട്ടി ഞാൻ എന്തിന് പണിക്ക് പോയി വല്ല സാറുമാരുടെ വായിരിക്കുന്ന ചീത്ത വിളി കേൾക്കുന്നു, കച്ചവടം ചെയ്യാൻ നടക്കുന്നു, സെയിലിന് എന്നും പറഞ്ഞുകൊണ്ട് ബാഗും തൂക്കിക്കൊണ്ട് നടക്കുന്നു, സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നു, ലേശം ഒന്ന് തുറന്നു കാണിക്കുന്നു, ലക്ഷങ്ങൾ വന്ന് സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരവും സപ്പോർട്ട് ചെയ്യുമോ? നിങ്ങളപ്പോൾ ഇത് കണ്ട് കൈയടിക്കുമായിരിക്കും. എനിക്കറിയില്ല, ഞാൻ അത്രയും പുരോഗമന ചിന്താഗതിക്കാരനല്ല. ഏതായാലും പുള്ളിക്കാരുടെ സബ്സ്ക്രിപ്ഷൻ്റെ അളവ് കുത്തനെ ഉയർന്നിട്ടുണ്ട്. ആ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട്. കൃഷ്ണകുമാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്കൊന്നും ഒരു പ്രശ്നമേ ഇല്ല. പിന്നെ നമുക്ക് എന്ത് പ്രശ്നം, നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതായാലും ഇതൊരു മാതൃകയാക്കി ആരും സ്വീകരിക്കാതിരിക്കുക. എനിക്ക് വലിയ താല്പര്യമില്ല അതിനോട്. ഇനി ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ മറ്റൊരാളാണ് നമ്മുടെ ലിച്ചി കുറച്ച് നാളുകൊണ്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ കുൽസിതമാണല്ലോ. അപ്പോൾ ലിച്ചി അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അവരുടെ പുതിയൊരു ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വേളയിലാണ്, ഒരു നിമിഷത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നമുക്കൊന്ന് കേൾക്കാം. ചേച്ചി എടുക്കുന്നുണ്ടല്ലോ, ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആൾക്കാർ പൊതുവെ ഒരു ബാഡ് ആയിട്ടാണ് കാണുന്നത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് 3-3.5 വർഷം കുറേ പേര് അങ്ങനെ ചെയ്തെന്ന് കരുതി എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ലിച്ചിക്കും വളരെ നല്ല ഇമേജാണ് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ, ഇനോഗ്രേഷൻ സ്റ്റാർ എന്നറിയപ്പെടുന്ന ലിച്ചി. പക്ഷേ പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് വളരെ മാന്യമായിട്ടുള്ള സാധനങ്ങളാണ് പോസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പലരും പറഞ്ഞറിയാൻ സാധിച്ചത്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഈ പുള്ളിക്കാരി ഈ ഇനോഗ്രേഷൻ വരുമ്പോഴത്തേനും അവരെ വൾഗറായിട്ട് ചിത്രീകരിക്കുന്നതാണ്. അങ്ങനെ ചിത്രീകരിക്കുന്നതിനെതിരെ ഇവർ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ശരീരഭാഗങ്ങൾക്ക് ഇത്തിരി വലുപ്പം ഉണ്ടായിപ്പോയെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെയും ചില ശരീരഭാഗങ്ങൾക്ക് ഇച്ചിരി വലുപ്പം കൂടുതൽ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അതിനെ ചിത്രീകരിക്കുന്നവന്മാരുടെ പ്രശ്നമാണ് അത്. പുള്ളിക്കാരി അങ്ങനെ വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ പുള്ളിക്കാരുടെ വീഡിയോസ് അങ്ങനെ കണ്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് ബാക്കിയേക്കാം. സബ്സ്ക്രിപ്ഷൻസിനെ പറ്റി പോലെ ഈ മെന്റാലിറ്റി വെച്ചാണ് പല കാര്യങ്ങളിലും. യു സീ എ വുമൺ, മോസ്റ്റ് ഓഫ് ദ ടൈം someone seeing what's inside her clothes, not the person. സുരേഷ് ഗോപിയുടെ മോനാണ് സംസാരിക്കുന്നത്. നമ്മളൊരു സ്ത്രീയെ കാണുന്നത് അവരുടെ വസ്ത്രത്തിനകത്തുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ്, നോട്ട് ഫേസ് എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീയെ തുണിയില്ലാതെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുണി കുറച്ച് കുറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഒരു പുരുഷന് നോക്കാനുള്ള ത്വരയുണ്ടാവും. ആ ത്വര ഉണ്ടാക്കാൻ തന്നെയാണ് മെജോറിറ്റി സ്ത്രീകളും അങ്ങനെ നടക്കുന്നത്. ഒരു പുരുഷനും ഇതേപോലെ വന്ന് കുറച്ച് കാണിച്ചു കടന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും അങ്ങനെ നോക്കാനുള്ളൊരു ത്വര ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു മനോഭാവം. എനിക്ക് തോന്നുന്നത്, എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നമ്മളങ്ങനെ കാണിച്ചിട്ട് പിന്നെ അതിനെ ആരും വിമർശിക്കരുത്, എല്ലാം കാണുന്ന എല്ലാവരും പിന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ സബ്സ്ക്രിപ്ഷൻ എന്നൊരു സാധനത്തിൻ്റെ ആശയം തന്നെ, അർത്ഥം തന്നെ കുൽസിതം എന്നാക്കി ഇവിടെ മാറ്റിയിരിക്കുകയാണ് നമ്മുടെ രേണുവിൻ്റെ വാലെ പിടിച്ച് ചുക്കാൻ പിടിച്ചുകൊണ്ട് അതിന് സപ്പോർട്ടുമായി കൃഷ്ണകുമാറിൻ്റെ മകളും രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയും പുള്ളിക്കാരിക്ക് ഓൾറെഡി സെലിബ്രിറ്റിയാണ് ഇവരും സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഇനി ഇത് കുഴപ്പമില്ല, നല്ലൊരു ഉപജീവന മാർഗ്ഗമാണ്. ഇനിയും വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നല്ലൊരു ജോലിയായിട്ട് നിങ്ങളിതിനെ കാണണം എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തും. മറ്റു കേട്ടാണ് വരെ ബൈ.